കഴിഞ്ഞ ഡിസംബർ 1-നായിരുന്നു 2ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഗസാലിക്ക് തലവേദന. വേദന സഹിക്കാതായപ്പോൾ കുത്തിവയ്പ്പെടുക്കാൻ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അതിനുശേഷം കുട്ടിയുടെ ഇടതുകാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടതാണ്. കുട്ടി കുത്തിവയ്ക്കാൻ വിസമ്മതിച്ചപ്പോൾ നീരസം തോന്നിയ മെയിൽ നഴ്സ് ദേഷ്യത്തോടെ കുത്തിവെച്ചതാണ് കാൽ തളർന്നുപോകാൻ കാരണമെന്നാണ് വിദഗ്ധ ചികിത്സയിൽ വീട്ടുകാർക്ക് മനസ്സിലായത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നൽകി. അന്വേഷണം അട്ടിമറിച്ചെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ ഹൃദ്യ അശോക് കുമാർ, മെയിൽ നഴ്സ് പ്രജീഷ് KP എന്നിവർക്കെതിരെ കേസെടുത്തെങ്കിലും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഒരു നായയുടെ വില പോലും ഞങ്ങൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എവിടെയൊക്കെ മുനിസിപ്പാലിറ്റിയിൽ അവിടെ എല്ലായിടത്തും പോയി ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്തുതരാൻ ഒരാളും നമുക്കൊരു ചെയ്തുതരാ ഓക്കെ എന്നൊക്കെ പറയും. പിന്നീട് എല്ലാവരും സ്വഭാവം മാറണം. എന്താന്ന് നമുക്കൊരു പിടുത്തല്ല. മാത്രമല്ല, കുറ്റാരോപിതനായ നഴ്സിനെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റിയാണ് നടപടിയെടുത്തത്. കുട്ടിക്ക് ചികിത്സ പോലും നൽകാൻ നടപടി സ്വീകരിക്കുന്നില്ല ആരോഗ്യവകുപ്പ്. പുതിയൊരു സൈക്കിളിന്റെ മോൻക്ക് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മോനെ എപ്പോഴും വന്ന് ഓടിക്കണം എന്നറിയും. പക്ഷെ ഓടിക്കാൻ പറ്റില്ല കുട്ടിക്ക്. ഞങ്ങൾ മാറ്റി വെച്ചാൽ അവിടേക്ക് ലക്ഷങ്ങൾ ചികിത്സയ്ക്കായി ചെലവായി കഴിഞ്ഞു. സാമ്പത്തികമായി തകർന്നു ഈ കുടുംബം. ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. അതേസമയം തന്നെ കുറ്റാരോപിതർ ഇപ്പോഴും മറ്റൊരിടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.